പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റജബ് മാസം നമ്മിലേക്ക് സമാഗതമാകാൻ വേണ്ടിയിരിക്കുകയാണ്. പരിശുദ്ധമായ റജബ് മാസം നമ്മിലേക്ക് സമാഗതമാകുമ്പോൾ നമ്മളൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിക്റുണ്ട്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. റജബിൻ്റെ ഒന്നാമത്തെ പത്തിലും രണ്ടാമത്തെ പത്തിലും മൂന്നാമത്തെ പത്തിലും ഈ ദിക്റുകൾ അവൻ ചൊല്ലിക്കഴിഞ്ഞാൽ അവന് ലഭിക്കുന്ന പ്രതിഫലം ഒരാൾക്ക് പോലും വിവരിക്കാൻ സാധ്യമല്ല. ഈ ദിക്റുകൾ ഇങ്ങനെയാണ്. ഒന്നാമത്തെ പത്തിൽ സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം എന്നുള്ള ദിക്റാണ്. രണ്ടാമത്തെ പത്തിൽ സുബ്ഹാനല്ലാഹിൽ അഹദിസ് സ്വമദ് എന്നുള്ള ദിക്റും മൂന്നാമത്തെ പത്തിൽ സുബ്ഹാനല്ലാഹിർ റഊഫ് എന്നുള്ള ഈ ദിക്റും 3 പത്തുകളിലായിട്ട് അവൻ ചൊല്ലിക്കഴിഞ്ഞാൽ അവന് ഒരുപാട് പ്രതിഫലം കിട്ടും. അവൻ്റെ പ്രതിഫലം ഒരാൾക്ക് പോലും വിവരിക്കാൻ സാധ്യമല്ല എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്തായ പടച്ച തമ്പുരാൻ പരിശുദ്ധമായ ഈ ദിനരാത്രങ്ങളൊക്കെ മനസ്സിലാക്കി ഇബാദത്തുകൾ കൊണ്ട് നമ്മുടെ ജീവിതം ധന്യമാക്കാൻ അള്ളാഹു നമുക്കൊക്കെ സൗഭാഗ്യം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധമായ റജബ് മാസം നമ്മിലേക്ക് സമാഗതമായി. എത്രയോ ദിവസങ്ങളാണ് നമ്മിലൂടെ കടന്നുപോയത്. നമ്മൾ കളിച്ചും രസിച്ചും രമിച്ചും നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയി. 2020 കടന്നുപോയി, 2021 കടന്നുപോയി, 2022 കടന്നുപോയി, 2023 കടന്നുപോയി. ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് 2024 പ്രിയപ്പെട്ടവരെ, നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി എത്ര ദിവസങ്ങൾ നമുക്ക് ബാക്കിയുണ്ട് എന്ന് ഒരാൾക്കും പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് ഉള്ള ദിവസങ്ങളിൽ നല്ല നന്മകൾ ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നാഥനായ റബ്ബ് തആല നമുക്കൊക്കെ സൗഭാഗ്യം നൽകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ ഒരുപാട് ആളുകളുണ്ട്. ആറടി മണ്ണാകുന്ന പച്ച മണ്ണിലാണ് അവരൊക്കെ ഉള്ളത്. രാജാതിരാജനായ അള്ളാഹു ഓർക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ. അവരുടെയൊക്കെ ഖബർ ജീവിതം അള്ളാഹു സന്തോഷത്തിൻ്റെ റാഹത്തിൻ്റെ വീടാക്കി കൊടുക്കട്ടെ. ഖബർ അള്ളാഹു സ്വർഗമാക്കി കൊടുക്കട്ടെ. എന്തെങ്കിലും അദാബുകൾ അവർ അനുഭവിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധമായ ദിവസങ്ങളുടെയൊക്കെ മഹത്വം കൊണ്ട് മാഹാത്മ്യം കൊണ്ട് അള്ളാഹു അവർക്കൊക്കെ അവരുടെയൊക്കെ ഖബർ ജീവിതം വിശാലമാക്കട്ടെ. എല്ലാ അദാബുകളെ തൊട്ടും അള്ളാഹു അവരെല്ലാവരെയും കാത്ത് സംരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ അറിയിക്കണമെന്ന് നിങ്ങളോടൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ്.